ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നാണെങ്കിൽ എന്നെ റിലേറ്റീവിൻ്റെ ഒരു വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം ആ വീടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോണേ. അപ്പം ഒരു റൂമിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ എല്ലാവരെയും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റൂം മാത്രം വിട്ടിട്ട് ഞാൻ ബാക്കി എല്ലാ റൂമും കാണിച്ചു തരാൻ പോകണം. അപ്പം വന്നോ. അപ്പോൾ ഫേസ്റ്റ് ആണെങ്കിൽ ഞാൻ ഈ വീട്ടിനകത്ത് കയറിയപ്പോൾ തന്നെ ഇതേപോലെ ഒരു ഇതുണ്ട്. അത് കയറി കഴിഞ്ഞിട്ട് ഫിഷ് ടാങ്ക്, പക്ഷേ ഫിഷൊന്നുമില്ല. ഇതൊരു റിയൽ പട്ടിക്കുട്ടിയല്ല, ഒരു ഇതേപോലെ ഇങ്ങനെ ചങ്ങലയിട്ട് കെട്ടിയിട്ടുള്ള ഇതൊരു ബൊമ്മ. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ ഇതൊക്കെ കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഇതേപോലെ ഒന്നുണ്ട്. അപ്പം നമ്മളെ ഈ ഒരു കണ്ണാടി ാണ് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഈ ഒരു സൈഡിൽ കാണുന്നത്. അത് കഴിഞ്ഞ് ഇതാണ് മറ്റേ വിളക്ക് കത്തിക്കണ ഒരു സ്ഥലം. പിന്നെ മെയിനായിട്ടുള്ളത് കാണിച്ചു തരാം. ഇതല്ല മെയിനായിട്ടുള്ളത്. പിന്നെ ഇതൊന്നും കൂടെ നിറയെ ഫോട്ടോസൊക്കെ ഇതിലുണ്ട്. ഈ ഗ്ലാസ്സാണ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾക്കിങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. കണ്ട, ഇനി മെയിനായിട്ടുള്ളത് ഇപ്പോൾ കാണിക്കുന്നത് ഇതാണ് ഡൈനിങ് ടേബിൾ. ഡൈനിങ് ടേബിൾ ഭയങ്കര രസമാണ്. എനിക്ക് ഏറ്റവും മെയിനായിട്ട് ഇഷ്ടമുള്ളത് ഇതാണ്. കാണിച്ചു തരാം. നോക്കോ, ഇതൊക്കെ മിനിയേച്ചർ എന്നും പറയാം. ഒത്തിരി പോലെ ഒരു സാധനമാണ്. നല്ല രസമാണ്. കണ്ട ഇതൊക്കെ കണ്ട. പിന്നെ മെയിനായിട്ട് വല്ല കണ്ട ഫോർക്ക് പോലും ഇതിൽ പോലെ ഉണ്ട്. ഇത് റിയലായിട്ട് കഴിക്കാൻ പറ്റണ ഒരു സാധനമാണ്. കഴിക്കാൻ പറ്റണമല്ല, മീൻസ് ഇത് നമുക്ക് വച്ച് കഴിക്കാനുള്ള സാധനമാണ്. ഇത് റെഡ് സോൾട്ടാണ്. കണ്ട, ഇതൊരു സോൾട്ടാണ്, പക്ഷേ ഇതിൻ്റെ കളർ റെഡാണ്. നല്ലതാണ്, ഭയങ്കര പ്രോട്ടീൻ എന്തൊക്കെയാണ് പറയണത്. ഇത് നല്ല രസമാണ് നമുക്ക് പറയണം. പിന്നെ ഇതാണ് മെയിൻ സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് സ്ട്രോ. ഒരു കാര്യം കാണിച്ചത്, ഇതിനകത്ത് ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് വരും. നോക്കോ, ഇതേപോലെ ഒന്ന് വരും. അതേപോലെ ഇത് ക്ലീനിങ് ബ്രഷ് പോലെ. ഇത് നമ്മൾ സ്ട്രോ എടുത്ത് ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് വരും. അങ്ങനെ കുടിച്ചിട്ട് ഇത് നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കുടിക്കുമ്പോൾ ഒരാൾ ക്ലീൻ ആക്കില്ല. ഇത് സ്റ്റീലല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതേപോലെ അകത്തിങ്ങനെ ഹോൾഡ് അവിടെ ഇടും. ഇട്ടിട്ട് ഇങ്ങനെ അകത്തിങ്ങനെ സോപ്പ് ഇതിനകത്ത് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തും ക്ലീൻ ആവും. അപ്പോൾ ഇങ്ങനെയാണ് അതിനകത്താണ്. രണ്ടാമത് വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഒരു അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ചോപ്പ് സ്റ്റിക്സ് ഉണ്ട്. ഇതുണ്ടോ, എനിക്ക് ചോപ്പ് സ്റ്റിക്ക് പിടിക്കാമെന്ന് പറയണോ. പക്ഷേ if you want some rice ഇതേപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു മുറുക്ക് വേനുണ്ട്. ഇവിടെ നന്നായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അവരെന്തോ മിക്സ്ചർ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇതേപോലെ ഒന്നിട്ടും അത് കഴിഞ്ഞ് കണ്ടോ ഇതേപോലെ നിറയെ സാധനം അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തുള്ളത് നോക്കോ, ഇതേപോലെ നിറയെ പൂജാമുറികളുള്ള സാധനം. ഇനി ഇവിടെ കണ്ട നിറയെ പ്ലേറ്റ്, സ്മോൾ പ്ലേറ്റ്സ്, താഴെ പ്ലേറ്റ്സ്, അതേപോലത്തെ താഴെ പ്ലേറ്റ്സ്. പിന്നെ ഇവിടെ ഭയങ്കര സ്റ്റീലായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇതേപോലെ നിറയെ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ വിസിറ്റ് ചെയ്യാൻ പോണത് കണ്ട, ഇതൊക്കെ കണ്ടോ. ഇപ്പം നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോണത് കിച്ചണാണ്. കിച്ചണിൽ ഇവിടെ ഇതുണ്ട്. ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. പൂട്ടിയല്ല, തുറന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് പേടിയാണ്. അത് കഴിഞ്ഞ് ഇവിടെ നല്ല ഫ്രിഡ്ജ് തന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഫ്രിഡ്ജാണ്. മുകളിൽ കുറച്ച് ഡിസൈൻ തന്നിട്ടുണ്ട്. പിന്നെ താഴെ തുറക്കാനുള്ളതാണ്. ഇതേപോലെ നിറയെ ഉണ്ട്. പിന്നെ ഏറ്റവും താഴെ ഇതും കൂടെ ഉണ്ട്. താഴെ നിറയെ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അത് കഴിഞ്ഞ് ഇത് ഇവിടെ എത്ര ഉപയോഗിക്കുക, ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് അടുക്കള. കാണാൻ പറ്റില്ല, എന്നാലും ചെറുതായിട്ടേ കാണിക്കണുള്ളൂ. ഇതിന് ഞാൻ എല്ലാം തുറന്നിട്ട് പോയപ്പോൾ എനിക്കൊരു മാതിരി ഒരു ഫീലാണ്. ഓക്കെ, നെക്സ്റ്റ് റൂമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ റൂമാണ്. ഇതേപോലെ നല്ല ക്ലീൻ റൂമാണ്. ചേച്ചിയുടെ റൂമാണ്. അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്വീറ്റായിട്ടുള്ള ഇത് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ വീട് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ക്ലീൻ ആയിട്ടുള്ള വീടാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് തോന്നുന്നത്. അപ്പം അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ.
ആൻഡ് സീ യു ലേറ്റർ. അപ്പം ഇതൊരു വലിയ വ്ളോഗാണ്. ചിലവർക്കൊക്കെ ഭയങ്കര വലിയ വ്ളോഗൊന്നും കാണാൻ അത്ര ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. എന്നാലും ചിലവർക്കൊക്കെ വലിയ വ്ളോഗൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്തിലും ചില വ്ളോഗൊക്കെ ഒട്ടും ഇഷ്ടമല്ല. ചിലപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം ബോറടിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചിലപ്പോൾ ഒക്കെ കാണുന്നതല്ലേ. അപ്പം ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കണം. പക്ഷേ വലിയ വ്ളോഗ് ഉണ്ട് തന്നെ എൻ്റെ ചാനലിൽ അത്രയും കൂടുതൽ വ്യൂവേഴ്സ് ഇല്ല. പക്ഷേ സാധാരണ ഷോർട്സിലൊക്കെ പോയി നിറയെ വ്യൂസൊക്കെ വന്നിട്ടുണ്ട്. വ്യൂസിൽ തന്നെ എനിക്ക് ഒന്നിലെന്തോണ് 2K വ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ, അതിൽ ദെൻ ബൈ ബൈ. ഒന്നുകൂടെ ഉണ്ട്. ബൈ ഗൈസ്, ഹാർട്ട് യു ഓൾ.